മീനെ ഇപ്പം പിടിക്കും, എന്ത് സംഭവിക്കാവുന്ന രീതിയിൽ എൻ്റെ ഫോൺ. ജി ജെ മോക്ലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പിന്നെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ചൂണ്ടിടാൻ വന്ന്, അന്ന് മറ്റേ രോഹു പിടിച്ചില്ലേ, അപ്പോൾ നമ്മൾ വീണ്ടും ചൂണ്ടിടാൻ വന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹു ഉണ്ട്, നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് കാർപ്പില്ലേ, ഗ്രാസ് കാർപ്പിനെ പിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. അത് ഏകദേശം 3/4 കിലോ 1 കിലോയ്ക്ക് മേലുള്ള ഗ്രാസ് കാർപ്പുണ്ട്, അതിനെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയുള്ള മാവാണ് നമ്മൾ ഈ കുഴച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ. കുറേ പേര് ഡൗട്ട് ചോദിച്ചു, ഇത് മറ്റേ സംഭവത്തിന് വേണമെന്ന് മുട്ടയുടെ മീനില്ലേ, ഊത്തപിടുത്തം, ആ സെറ്റപ്പാണെന്ന്. പക്ഷെ അതല്ല, ഇത് ആ സെറ്റപ്പല്ല. അവിടെ വേറെ ചൂണ്ടല്ലേ ഇല്ലേ ഇല്ലേ. അപ്പോൾ ഈ കാണുന്നൊരു അളവ് കണ്ട, ഈ ഒരു അളവിലാണ് നമ്മൾ ഗ്രാസ് കാർപ്പിന് ഇടുന്നത്. ഇതിൽ ഇങ്ങനെ ഇതുപോലെ കൊരിക്കണ്ട, എന്നിട്ട് നമ്മൾ എറിയാൻ വേണ്ടി പോടെ. അപ്പോഴേ നമ്മുടെ നീരാളി ഇല്ലേ, നീരാളി എറിയാൻ വേണ്ടി പോണ്. കൂടുതലും രോഹുവിനാണ് ചാൻസ് കൂടുതൽ. ഗ്രാസ് കാർപ്പ് ജസ്റ്റ് മിസ്. ചൂണ്ട ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൂടെ ഇങ്ങനെ വന്നിട്ട് ദൂരെ കൂടി കറങ്ങി അങ്ങ് പോയി. ഗ്രാസ് കാർപ്പിനെ ട്രൈ ചെയ്യാൻ കിട്ടില്ല. മീനെ കമ്പിൽ കൊത്തി വലിക്കുന്നു. വേണ്ട എന്തോ കാര്യമായിട്ട് അനക്കുന്നുണ്ട്, ഇങ്ങനെ അനക്കുന്നുണ്ട്. എന്താണ്ട് അവിടെ ജസ്റ്റ് മിസ്സിന് ഇങ്ങനെ അതിനാവായ മീനെ ഇപ്പൊ പിടിക്കും, എന്ത് സംഭവിക്കാവുന്ന രീതിയിൽ. എൻ്റെ ഫോൺ നോക്കി എത്ര പെണ്ണം. രോഗു നീരാളിയിൽ രോഗു. രോഗു നീരാളിയിൽ രോഗു. നാളെ ആരോ പറഞ്ഞ് പിടിച്ച് കയറ്റിയ മീൻ പിടയ്ക്കൂലെന്ന്. നമ്മൾ വേറെ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് പിടിക്കുന്ന പോലെയാണ് ഇന്നലെ ആരോ പറഞ്ഞത്. പിടയ്ക്കും. മഴ. ഓ മൈ ഗോഡ്, റെയിനി സീസൺ. നീരാളിയാ, നീരാളിയിൽ ഇച്ചിരി മാവ് വെച്ചിട്ടിടാം, നല്ലത് കിട്ടിയാലേ. നല്ല മഴയും നല്ല വെയിലും കൊള്ളാം. ഇതാരും മറ്റേടത്തെ ക്ലൈമറ്റ് കൊള്ളാം. ഒന്നിനെ കിട്ടി, നേരത്തെ ഒന്നിനെ കിട്ടി. രോഹു, രണ്ടാമത്തത് രോഹു. രോഹു ചെറിയ രോഹു.
അങ്ങനെ നമ്മൾ ഈ കാണുന്ന പോലെ കിട്ടിയ മീനുകളെയും കൊണ്ട് നേരെ വീട്ടിലെത്തി കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നു. ചിഞ്ചുവാണ് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് മീനിനെയൊക്കെ പിടിച്ചു വന്നിട്ട് ചിഞ്ചു ഒറ്റയ്ക്ക് 2 മീനിനെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പോകണം. എൻ്റെ അടുത്ത് പോയിട്ട് കൊച്ചുള്ളിയും മറ്റത് മറിച്ചൊക്കെ അരിയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് ഈ കാണുമല്ലോ കൊച്ചുള്ളി, വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് കൃത്യമായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കറി വെക്കാനാണ് പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഫ്രൈ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെ കറി വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പറഞ്ഞു കറി വെച്ച് കഴിഞ്ഞാൽ കൊള്ളൂല, ഈ നമ്മുടെ ആറ്റുമീനും തോട്ടുമീനൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ കൊള്ളൂല, ഭയങ്കര വൃത്തിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഞാൻ ഈ ചെയ്യുന്നൊരു മെത്തേഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും എന്തോന്ന് ഫ്രൈ ചെയ്യില്ല. തോട്ടുമീൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഫ്രൈ ചെയ്യില്ല, കറി മാത്രമേ വെക്കുള്ളൂ. മനസ്സിലായില്ല? കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉലുവയുടെ പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പച്ച ഉലുവ ഈ കാണുന്ന എണ്ണയിലിട്ട് പൊട്ടിക്കാൻ വേണ്ടി പോകണം. അതുപോലെ കടുക്, ഉലുവ, കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില അതൊക്കെ കൂടിയിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. മനസ്സിലായി? ഫുള്ളൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി പോണ്. പച്ചയായിട്ടിട്ട് ഞാൻ എൻ്റെ പച്ച ചുവപ്പ് വന്നു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കാണില്ല. അതുകൊണ്ട് നമ്മളീ കാണാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോണ്. വലിയ മൂപ്പലൊന്നും വേണ്ട, ചെറിയ മൂപ്പൽ മതി. അപ്പോൾ അതിനകത്തേക്ക് നമ്മളീ കാണാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നീളത്തിൽ അരിയുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം മീനിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചിട്ട് കഴിഞ്ഞാൽ അത്ര ഒരു എഫക്റ്റ് കിട്ടില്ല. നമുക്ക് എപ്പോഴും ഒരു കടി അതിൽ കൊള്ളണം. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ നീളത്തിൽ ഒരു അല്ലി 5-6 പീസായിട്ട് നീളത്തിൽ അരിഞ്ഞാണ് അതിനകത്ത് ശേഷം ഈ കാണുന്ന പൊടികളെല്ലാം ഇടാൻ വേണ്ടി പോകണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, സാധാരണ പൊടികളില്ല, അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഇന്ന് നമ്മുടെ കയ്യിലില്ല, കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഉണ്ടെങ്കിലേ ഇതിൻ്റെ കറി ഒന്ന് മൊത്തമായിട്ട് ആ ഒരു ടേസ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ വെള്ളത്തെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. മനസ്സിലായില്ല? നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോകണം. മൂത്ത് വന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന കുടംപുളിയില്ലേ, കുടംപുളി വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിനെ ഈ കാണുന്ന ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ അതിൻ്റെ ആ ഒരു പുളിപ്പ് മതിയാവുന്നത് ആ സമയത്ത് നമ്മൾ തന്നെ അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റണം. മനസ്സിലായില്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ കുടംപുളിയിൽ നിന്ന് എപ്പോഴും ആ ഒരു പുളിപ്പ് ഇങ്ങനെ ഊറിക്കൊണ്ടിരിക്കും കറിയിലേക്ക്. അത് നമ്മൾ എപ്പോഴാണ് നമുക്കത് മതിയാവുന്നത് ആ സമയം നമ്മൾ തന്നെ അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ആ തിളച്ച് വന്ന ആ ഒരു വെള്ളത്തിനകത്തേക്ക് മീനും തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് വേവണം. അപ്പോൾ ചെറിയ തീയിൽ 20 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മളിൻ്റെ അടപ്പ് തുറന്നിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് ശേഷം ഈ കാണുന്ന കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകും. അതിനുശേഷം വീണ്ടും ഒരു 10-15 മിനിറ്റോളം നമ്മൾ അടച്ച് വെക്കാൻ വേണ്ടി പോകും. എപ്പോഴും തീ നല്ല കുറച്ച് വേണം വെക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. മനസ്സിലായില്ല? അപ്പോൾ ഈ കാണുന്ന പോലെ നല്ലപോലെ ഒന്ന് വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഫുള്ള് വറ്റിയിട്ടില്ല. ഈ കാണുന്നതാണ് കറക്റ്റ് ഒരു അളവ്, കറിയുടെ ഒരു കറക്റ്റ് അളവ് ഈ കാണുന്നത്. പക്ഷേ ഞാൻ കുറച്ചുകൂടി ഒന്ന് വറ്റിച്ച് വെക്കും. മനസ്സിലല്ലേ? കുറച്ചുകൂടി ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അരപ്പ് മൊത്തം ആ കാണുന്ന കഷ്ണങ്ങളിൽ പിടിക്കും. നമ്മളിൽ തലയും കൂടി വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നല്ലപോലെ വറ്റി വന്നാൽ മാത്രമേ ആ ഒരു അരപ്പും കാര്യങ്ങളെല്ലാം അതിൽ കൃത്യമായിട്ട് പിടിക്കുകയുള്ളൂ. ഈ കാണുന്ന ഒരു രൂപത്തിലാണ് നമ്മൾ അടുപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ വെന്ത് എല്ലാ അരപ്പും സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറിലേക്ക് മാറ്റിയിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, തോട്ടുമീൻ കറി വയ്ക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാർ ഈ ഒരു രീതിയിൽ ഈ ഒരു ടൈപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാവുന്ന രീതിയിൽ കറക്റ്റ് അരപ്പും കാര്യമെല്ലാം കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. നാടൻ മീനുകൾ ഈ ഒരു രീതിക്ക് വെച്ച് കഴിഞ്ഞാൽ ഏത് മീൻ വെച്ച് കഴിഞ്ഞാലും ഇതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകണം എപ്പോഴും മരിച്ചിനീരോട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതായത് ചോറിനോട് കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് കിട്ടില്ല. മരിച്ചിനെയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് കഴിക്കാൻ വേണ്ടി പോകണം. നല്ല ടേസ്റ്റാണ്, വെറുതെ പറയുന്നില്ല. അപ്പോൾ ഞാൻ വെക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾ വെക്കേണ്ട. കൃത്യമായിട്ട് റെസിപ്പി വേറെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എവിടെന്നോ വയറും വാടകയ്ക്ക് എടുത്തിട്ട് വായും പൊളിച്ച് ഇവിടെ ഒരുത്തി വന്നിരിപ്പുണ്ട്. അപ്പോൾ പണ്ട് ആരെങ്കിലുമൊക്കെ എനിക്ക് വാരിത്തരുന്നത് കഴിച്ചിട്ടല്ലാതെ മറ്റൊരാൾക്ക് വാരിക്കൊടുത്ത് ശീലമില്ല എനിക്ക്. അപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് അറിയാത്തതുകൊണ്ട് പണ്ട് ജയമേശ്വരിയുടെ കൂടെ മേശ്ശേരി പണിക്ക് പോയ സമയത്ത് മിക്സർ മെഷീനകത്ത് മറ്റേ മെറ്റലും മണ്ണിലൊക്കെ അത് വാരിയിടുമ്പോൾ വായ്ക്കകത്തേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്ക് സംശയം വീണ്ടും വരും, ഇത് ഊത്തപിടുത്തമല്ലേ, ഊത്തക്ക് മുട്ടടം കയറി മീനെ പിടിച്ചിട്ടല്ലേ കറി വെച്ചെന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയൊന്നും അല്ല. കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പേഴ്സണലായിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. മനസ്സിലായി? ഇത് ഊത്തപിടുത്തം എന്തായാലും അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ കാണാൻ കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എത്രയുള്ള ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാലും എനിക്കറിയില്ല. എന്തെങ്കിലും ഇവിടെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ടാറ്റാ. അപ്പോൾ നമ്മളില്ലേ മറ്റേ കുക്കിംഗ് വീഡിയോ ചെയ്തതല്ല കേട്ടോ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് എൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയാത്തത്. അതാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ടാറ്റാ.